എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും വീഡിയോ എടുത്തില്ല. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഊണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉഷക്കുട്ടി ഇവിടെ ഗേറ്റിന് വെളിയിൽ കിടപ്പുണ്ടേ. അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ളത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഗേറ്റൊന്ന് തുറന്ന് കൊടുത്താൽ മതി. അവൾ വന്ന് കഴിച്ചിട്ട് പോയിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്, ഞാനത് പിന്നീട് ഉൾപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉഷക്കുട്ടി അത് കഴിച്ച് തീരുന്നത് വരെ എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റത്തില്ല, ഗേറ്റ് അടച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ തുളസിത്തറയുടെ ഭാഗത്തൊക്കെ കുറച്ച് കരികിലൊക്കെ കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അവളെയും കൂടെ പുറത്തേക്ക് വിട്ട് ഗേറ്റും അടച്ച് അകത്ത് പോയിട്ട് ക്ലീനിങ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ അടിച്ചുകൊണ്ടൊക്കെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം വെയിലാണ്, മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ ഞാൻ രാവിലെ മുതൽ വീഡിയോ എടുക്കാഞ്ഞെന്ന് വെച്ചെന്നാൽ ഇന്നിപ്പോൾ ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചത് ഒരുപാട് ലെങ്തി ആയിപ്പോവും വീഡിയോ. അപ്പോൾ കുറച്ച് ക്ലീനിങ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലീനിങ്ങൊക്കെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ 1-ാം തീയതിയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് അകത്തും പുറത്തും ഒക്കെ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ. പിന്നെ പുറത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗേറ്റിൻ്റെ വെളിയിൽ നമുക്ക് പുല്ലെല്ലാം കുത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നു കഴിഞ്ഞപ്പം നമ്മൾ നല്ലൊരു ക്ലീനിങ് അതിന് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ കരികില വീഴുന്നതൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞാൽ മതി. പിന്നെ ഇനി മാറാലേക്ക് അടിക്കണം, അകത്തൊക്കെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അവളത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവളെ പുറത്തേക്കൊന്ന് ഇറക്കിയിട്ട് വേണം എനിക്ക് അകത്ത് പോയിട്ട് ജോലികളൊക്കെ ആരംഭിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചുകൂടെ കരികിലേക്ക് അവിടെ കിടന്നിട്ട് അതെല്ലാം ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പിന്നെ അകത്തേക്ക് വന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് ബാക്കിയൊക്കെ അടിച്ച് വാരി കളഞ്ഞത്. പിന്നെ അകത്തെ പണികളായിരുന്നു, മാറാലടിക്കലും തുടയ്ക്കലും തൂക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ മിക്കപ്പോഴും നമ്മളിതെല്ലാം അടിച്ച് കളയുന്നതാണ്. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ പിന്നെ എല്ലാം കൂടെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് പൊടി അടിച്ചെന്ന് അലർജി ഉണ്ടാവുക. അപ്പോൾ ഞാൻ മാസ്ക് എടുക്കാനായിട്ട് പോയില്ല. മാസ്ക് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ തോർത്തുണ്ടായിരുന്നതുകൊണ്ട് തോർത്ത് മൂക്കിൽ കെട്ടിയിട്ടാണ് അടിക്കുന്നത്. എപ്പോഴെങ്കിലും ഇതുപോലെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ മാസ്ക് അല്ലെങ്കിൽ തുണി എന്തെങ്കിലും കെട്ടിയിട്ടല്ലാതെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തുമ്മലും ജലദോഷവും ഒക്കെ ആയിരിക്കും.
മാറാലയെല്ലാം ഞാൻ അവിടെ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഫാൻ ഒരുപാട് ഉയരത്തിലാണ് കിടക്കുന്നത്. അതിനി മോനെ കൊണ്ട് വേണം അത് ചെയ്യിക്കാനായിട്ട്. എനിക്കത് എത്തത്തില്ല, ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് എത്തത്തില്ല. പിന്നെ എനിക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ജനൽ കമ്പികളും അതെല്ലാം ഒന്ന് ചെറിയ ബ്രഷ് ഉണ്ടായിരുന്നേ, അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡില്ലേ അതിൻ്റെ പിടി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത് ഡാമേജായിപ്പോയി. പിടി മാത്രമല്ല, അത് പഴയ ബ്രഷായിരുന്നു. അപ്പോൾ ഇനി പുതിയതൊരെണ്ണം വാങ്ങണം. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഒരു തുണി നനച്ചിട്ടൊക്കെ തുടച്ചു കൊടുക്കുകയാണേ. ഡോർ കർട്ടനും ഒക്കെ ഞാൻ അഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി ഒരു വശത്ത് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം ഞാൻ കഴുകാനിട്ടിരിക്കുകയാണ്, കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി ഇത് ക്ലീനാക്കിയിട്ട് വേണം അത് കയറ്റി ഇടാനായിട്ട്. പൊടി അലർജി ഉള്ളവർ എപ്പോഴാണെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളൊരു മാസ്ക് വെക്കുന്നത് നല്ലതായിരിക്കുമേ. മാസ്ക് അല്ലെങ്കിൽ ഒരു തുണിയെടുത്ത് ഇതുപോലെ കെട്ടിയാലും മതി. അലർജി ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് അലർജി ഉണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ജലദോഷം ഉണ്ടാവും. മാറാലയെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമുക്കൊന്ന് തുടച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ അതെല്ലാം ജനലെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വിൻഡോ കർട്ടനും കൂടെ നമുക്ക് ഇടണം. അപ്പം ഞാനത് കഴുകാനെടുത്തപ്പം ഒന്നിച്ചെടുത്തിട്ട് റോപ്പ് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നേ, അല്ലെങ്കിൽ അത് ഇടാൻ വലിയ പ്രയാസമാണ് കേട്ടോ. ഞാൻ എപ്പോൾ കഴുകാനെടുത്താലും ഞാനിതിങ്ങനെ കെട്ടിയെടുത്തിട്ടാണ് കഴുകാനെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് ഒന്നേന്നൊന്ന് നമ്മളിങ്ങനെ ഇടാൻ നിൽക്കണം, ഒരുപാട് സമയം പിടിക്കും ആ ഓരോ വളയനും ഇങ്ങനെ കോർത്തിടുമ്പം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒന്നിച്ചാണ് എടുത്തിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഇതെങ്ങനെ ഇടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ എപ്പോൾ ഇട്ടാലും അത് ഊരിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ് ഇടാനായിട്ടേ. അതുകൊണ്ട് ഞാനിത് ഒന്നിച്ച് കോർത്ത് കെട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ തോർത്ത് എടുത്ത് മാറ്റിയിട്ട് ഞാൻ പിന്നെ പോയി മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് തോർത്ത് കെട്ടിയിട്ട് എൻ്റെ ലൂസായിട്ട് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകണമായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി മുകളിൽ 2 റൂം ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അവിടെ മാറാലയൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ താഴത്തത് ഏകദേശമൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞെന്ന് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ അത് ശരിയല്ലല്ലോ, നിങ്ങളെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ താഴെ എല്ലാം തുടച്ചിട്ട് വേണം ഇനി മുകളിലേക്ക് അവിടെ പോയി തുടയ്ക്കാനുണ്ട്. മാറാലടിക്കണം, അവിടെ തൂക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം വീടല്ല, നമ്മൾ റെൻറ്റിനാണ് താമസിക്കണമെങ്കിൽ പോലും നമ്മുടെ താമസിക്കുമ്പോൾ നമ്മൾ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് മോളി നമ്മുടെ സ്റ്റെയറിനടുത്തും ഒക്കെ മാറാലൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തട്ടിക്കളയാണ്. അപ്പോൾ അവന് മുറിയുടെ അകത്തും ഒക്കെ ഉണ്ട്. അപ്പം അത് കുറേശ്ശേ ഉള്ളു. മിക്കപ്പോഴും നമ്മളിങ്ങനെ അടിച്ച് കളയണോണ്ട് അധികമൊന്നുമില്ല. എങ്കിലും 1-ാം തീയതി ആയതുകൊണ്ട് നമുക്ക് 2 ദിവസം മുന്നേ ഒരു വൃത്തിയാക്കലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ക്ലീനിങ് ചെയ്യാനായിട്ട് നിന്നത്. പിന്നെ 2 ദിവസം കൂടെ കഴിയുമ്പോൾ എനിക്ക് പിന്നെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ റൂമിനകത്തുള്ള മാറാലയാണ് ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. 10-15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വീടാണ് കേട്ടോ. ഡാമേജ് ഉണ്ട്, ഭിത്തിയൊക്കെ ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പോൾ മെയിൻ്റെനൻസ് വർക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞാനിന്നേ മുളക് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മഴക്കാറ് കണ്ടപ്പോൾ ഞാനതെടുത്ത് വെച്ചതാണ്. അതാണ് ആ പായും പാത്രത്തിലിരിക്കുന്നത് മുളകും മല്ലിയൊക്കെയാണ്. അപ്പോൾ അത് ഉണക്കാനിട്ടിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പം ഇനി വെയിലെറിച്ചിട്ട് വേണം ഇടാനായിട്ട്. നാളെ ഒന്നുകൂടി ഇട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വെച്ചത്, സ്റ്റെയറിൻ്റെ അടുത്ത് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം അടിച്ച് വാരി കളഞ്ഞിട്ട് ഇനിയൊന്ന് നമുക്ക് ഇവിടെയും തുടച്ചൊക്കെ നീക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി റൂമിനകത്തും തുടയ്ക്കാനുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്തിയായി പോകാനും പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെച്ച് നിർത്തിയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. കൂടെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്കെപ്പോഴും വേണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.